ലൈഫ് പാർപ്പിട പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനലൂർ നഗരസഭയിൽ ഭവനരഹിതരായ 312 കുടുംബങ്ങൾക്ക് കൂടി വീടൊരുങ്ങുന്നു. വീട് നിർമ്മാണ തുകയുടെ ആദ്യ ഗഡുവിൻ്റെ വിതരണം ചെമ്മന്തൂർ കെ കൃഷ്ണപിള്ള സ്മാരക സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്നു. ലൈഫ് പദ്ധതിയുടെ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ട പെർമിറ്റ് ലഭ്യമാക്കിയവർക്കാണ് തുകയുടെ ഒന്നാം ഗഡു വിതരണം ചെയ്ത 1582 ഗുണഭോക്താക്കളിൽ ഇതുവരെ 987 പേർക്ക് വീട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. 172 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. അംഗീകാരം ലഭിച്ച 111 വീടുകൾക്ക് തുക വിതരണത്തിനുള്ള നടപടിക്രമങ്ങളും പൂർത്തിയായി വരുന്നു. നഗരസഭയിൽ ഭൂരഹിത ഭവൻരഹിതരുടെ ഗുണഭോക്തൃ പട്ടികയിൽ 108 കുടുംബങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ചെമ്മന്തൂർ കെ കൃഷ്ണപിള്ള സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്ന തുകയുടെ ആദ്യ ഗഡു വിതരണം പുനലൂർ MLA PS സുബാൽ ഉദ്ഘാടനം ചെയ്തു. മുന്നോട്ട് പോകുമ്പോഴും ഒരുപാട് കുടുംബങ്ങൾ ഒരുപക്ഷെ ഈ പദ്ധതിക്ക് പുറത്തായി നിൽക്കുന്ന അർഹരായിട്ടുള്ള ആളുകൾ പോലുമുണ്ട്. ഒരു ഷെഡൊക്കെ അല്ലെങ്കിൽ ടാർപ്പ വലിച്ചു കെട്ടി അതിൽ താമസിക്കുന്ന നിരവധിയായിട്ടുള്ള കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള ചോദ്യചിഹ്നങ്ങളാണ്. തീർച്ചയായും അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാം വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ളതാണ് നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്വം. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. തീർച്ചയായും അതിനുവേണ്ടിയുള്ള ഒരു വലിയ പദ്ധതി എന്നുള്ള തലത്തിൽ നമ്മുടെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും സന്തോഷം പകരുന്ന കാര്യമാണ്. ഈ പദ്ധതിയിലൂടെ ഇനിയും ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് വീടുകൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിൻ്റെ പൊതുവായിട്ടുള്ള വികസനം അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഗവൺമെൻറ്റാണ് കേരളത്തിലെ LDF ഗവൺമെൻറ്. അത് റോഡിൻ്റെ വികസനമാണെങ്കിലും സ്കൂളുകളുടെ വികസനമാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് നിരവധിയായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അതിൻ്റെ വികസനമാണെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിൽ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. ആ പൊതുവായ വികസനം ലക്ഷ്യം വെക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ സാമൂഹിക സുരക്ഷാ നടപടികൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ ഫലപ്രദമായ നിലയിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട്. ക്ഷേമ പെൻഷൻ 1600 രൂപയായി വർദ്ധിപ്പിച്ച് വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് കുറച്ച് ഗഡുക്കൾ മുടങ്ങുന്ന സാഹചര്യമുണ്ടായത്. അത് നമ്മുടെ നാട്ടിലെ അച്ഛനമ്മമാർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയ കാര്യമാണ്. അത് മുടങ്ങാൻ പാടില്ല. അപ്പോൾ ഗവൺമെൻറ് തന്നെ ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഇനി ഒരു മാസവും അത് മുടങ്ങാതിരിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള നടപടികളാണ് ഗവൺമെൻറ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അവർക്ക് മുടങ്ങിയ കുടിശ്ശികയെ സംബന്ധിച്ചിടത്തോളം അതും കൊടുത്തു തീർക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഗവൺമെൻറ് ഇപ്പോൾ ആധികാരികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ തന്നെ അതിദരിദ്രരായിട്ടുള്ള ആളുകൾ ഏറ്റവും കുറച്ചുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. എന്നാൽ ഈ കേരളത്തിലും 64,000-ഓളം അതിദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് പലതരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങളാണ് ധാരാളമെങ്കിലും ഒരു തരത്തിലും ഇന്നുള്ള കുടുംബങ്ങളുമായി താരതമ്യപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു വരുമാനവുമില്ലാത്ത 64,000-ഓളം കുടുംബങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത്. അപ്പോൾ ആ അതിദരിദ്രരായിട്ടുള്ള കുടുംബങ്ങളെ എങ്ങനെ സഹായിക്കാൻ കഴിയും എന്നുള്ളത് കണ്ടുകൊണ്ടാണ് 2005 അത്തരം കുടുംബങ്ങളെ പരമാവധി മുന്നോട്ട് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഗവൺമെൻറ് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെയുള്ള ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്
വികസനം എന്ന് പറയുമ്പോൾ റോഡിൻ്റെ വികസനമല്ല, അല്ലെങ്കിൽ വലിയ കെട്ടിടങ്ങൾ മാത്രമല്ല. നമ്മുടെ മനുഷ്യന് അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അവന് ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള സഹായങ്ങൾ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഒരു വികസനത്തിൻ്റെ ഫലപ്രദമായിട്ടുള്ള അളവുകോൽ എന്ന് കണ്ടുകൊണ്ടാണ് ക്ഷേമരംഗത്തെ പ്രവർത്തനങ്ങളെ വളരെ താല്പര്യത്തോടു കൂടി ഗവൺമെൻറ് നോക്കിക്കാണും. അത്തരം പ്രവർത്തനങ്ങൾ കൂടുതലായി ഏറ്റെടുക്കുവാനാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത് എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ലഭിച്ച വീടുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ളത്, നമുക്ക് ഈ ഗഡു അനുവദിച്ചു വരുന്ന അവസരത്തിൽ തന്നെ വീട് നിർമ്മിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ധാരാളം ആളുകൾ ഉണ്ടാകാം. ഞാനിത് എടുത്തു പറയുന്നത് എൻ്റെ മുന്നിൽ തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാരണം നിങ്ങൾ അങ്ങനെ ആദ്യ ഗഡുവോ രണ്ടാമത്തെ ഗഡുവോ ഒക്കെ അവരെ ഏൽപ്പിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഏൽപ്പിച്ചു കഴിയുമ്പോൾ പിന്നീട് വീട് പൂർത്തീകരിക്കാതെ നമ്മൾ പറഞ്ഞേൽപ്പിച്ച പണികൾ ചെയ്യാതെ പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് വളരെ ശ്രദ്ധിച്ച് ജാഗ്രതയോടെ കഴിയുമെങ്കിൽ നമ്മൾ തന്നെ നേരിട്ട് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുന്ന നിലയിൽ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതായിരിക്കും. അതിന് സഹായകരമായി കൗൺസിലർമാരുടെ സഹായം കൂടി തേടിക്കൊണ്ട് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും ഫലപ്രദം എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദനങ്ങൾ. നന്ദി. നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. തീർച്ചയായും നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഇന്ന് ഞാൻ നഗരസഭയിൽ ഒരമ്മ കയറി വരികയാണ്. ആ അമ്മയ്ക്ക് നഗരസഭയിൽ നിന്ന് നമ്മൾ വീട് അനുവദിച്ചു, കാലങ്ങൾക്ക് മുമ്പ് വീട് അനുവദിച്ചു. അമ്മ ആരുടെയൊക്കെ സഹായത്തോടു കൂടി ഇതിൻ്റെ വർക്ക് ചെയ്യുന്നതിന് ഒരാളെ കൊണ്ട് പൈസ ഏൽപ്പിച്ചു. പക്ഷേ ഇന്ന് അത് ചോർന്നൊലിക്കുകയാണ്. ആ വീട് ഏത് സമയം ഇടിഞ്ഞു വീഴും, ആ വീട് വീണാൽ അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന 2 വീടുകൾ കൂടി വീഴും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അതുപോലെ തന്നെ ബിനോയ് സഖാവും ഇരുന്നപ്പോൾ ആ അമ്മ വന്ന് കരഞ്ഞ് പറയുകയാണ്, ഒരിക്കലും അത്തരം ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ഈ തവണകൾ വാങ്ങിക്കുന്ന ഒരു ഗുണഭോക്താവും ചെന്നെത്തരുത് എന്നുള്ളൊരു അഭിപ്രായമാണ് നമുക്ക് പറയുവാനുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സഹായങ്ങൾ നമ്മുടെ പ്രദേശത്തുള്ള ആളുകളുമായി നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, നിങ്ങൾക്ക് തരുന്ന ഗഡുക്കൾ വാങ്ങിച്ചുകൊണ്ട് സമയബന്ധിതമായി ആ പണികൾ പൂർത്തിയാക്കി അതിൽ സുഖത്തോടും സന്തോഷത്തോടും കൂടി കഴിയുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും. 1-ാം ഗഡു വാങ്ങിച്ചിട്ട് വീട് പണി ചെയ്യാത്ത ഒരുപാട് പേര് നഗരസഭയിലുണ്ട്. 2-ാം ഗഡു വാങ്ങിയിട്ടുള്ളവരുണ്ട്. 4-ാം ഗഡു വാങ്ങി പൂർത്തിയാകാതെ കിടക്കുന്ന വീടുകളുമുണ്ട്. ഇതെല്ലാം നമ്മളൊരു മുൻകരുതൽ എന്ന നിലയ്ക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. അത്തരത്തിലൊന്നും ഒരു വീഴ്ചയിൽ നിങ്ങൾ ചെന്ന് വീഴാതെ നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് കൂടി സ്വരൂപിച്ചുകൊണ്ട് ഇവിടെ നഗരസഭയിൽ നിന്ന് കിട്ടുന്ന സഹായം വളരെ ഫലവത്തായ രീതിയിൽ പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ വീടിൻ്റെ പണികൾ പൂർത്തിയായി അതിൽ സുഖത്തോട് കഴിയുന്നത് കാണുവാനാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഉപാധ്യക്ഷൻ ആർ രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു. മരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ബിനോയ് രാജൻ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ പിള്ള, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PA അനസ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്ത രഞ്ജൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K കനകമ്മ, CPI പാർലമെന്ററി പാർട്ടി സെക്രട്ടറി BP ഉണ്ണികൃഷ്ണൻ, വാർഡ് കൗൺസിലർ നിമ്മി എബ്രഹാം, CDS ചെയർപേഴ്സൺ സുശീല രാധാകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.